നമ്മുടെ കേരളത്തിൻ്റെ തനത് കലാരൂപമാണല്ലോ കഥകളി. നമ്മുടെ കഥകളിയിലെ കൃഷ്ണനാട്ടത്തിലെയും ഈ കൃഷ്ണൻ്റെ കിരീടം ഉണ്ടല്ലോ, ആ കിരീടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പൂവിൻ്റെ രൂപഭംഗിക്ക് അനുസരിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചെടിക്ക് കൃഷ്ണകിരീടം എന്ന പേര് വരാൻ കാരണം. അപ്പോൾ കൃഷ്ണകിരീടത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ആ ചെടി കാണാം, ആ ചെടിയുടെ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. ആണ് കേട്ടോ നമ്മുടെ കൃഷ്ണകിരീടം. ഒരു കാലത്ത് നമ്മുടെ തൊടികളിലും പറമ്പുകളിലും ഒക്കെ വളരെ സുലഭമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു 6 മാസ ചെടിയാണ്. കാരണം 6 മാസ ചെടി എന്ന് പറയാൻ കാരണം ഇത് ഒരു കൊല ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൂക്കൾ ഇങ്ങനെ ചുവട് തൊട്ടേ പൂവുണ്ടായി ഒരു 6 മാസം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് പൂവായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ പറമ്പുകളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ 6 മാസക്കാലത്തോളം നമ്മുടെ വീടുകളിൽ നല്ല ഭംഗിയിൽ തൊടികളിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കും. അത് ഭയങ്കര രസമായിരുന്നു കാണാൻ. ഇപ്പോൾ വളരെ വിരളമായിട്ടാണ് നമുക്കതൊക്കെ കാണാൻ കഴിയുന്നത് കേട്ടോ. 1767 ആധുനിക ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വീഡിഷ് സസ്യശാസ്ത്രജ്ഞനായിട്ടുള്ള പാൾനേഴ്സാണ് കൃഷ്ണകിരീടം എന്ന ചെടിയെക്കുറിച്ച് ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ബുദ്ധക്ഷേത്രങ്ങളുടെ ഒരു രൂപസാദൃശ്യമുണ്ട് ഈ പൂക്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുദ്ധമതക്കാരുടെ ഇടയിൽ ഇതിന് പക്കോട എന്നൊരു വിളിപ്പേരും കൂടിയുണ്ട്. ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയാണ് കേട്ടോ. എങ്കിലും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തൊട്ടേ നമ്മൾ ഈ പൂക്കൾ ഇങ്ങനെ നമ്മുടെ തൊടികളിലൊക്കെ ധാരാളം കാണുന്നതാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പൂക്കളെ ഓർമ്മ വരുന്ന ഓണക്കാലമാകുമ്പോഴായിരിക്കും. ഓണക്കാലത്ത് പൂവിടാനൊക്കെ ആയിട്ട് നമ്മൾ പൂ പറിക്കാൻ പോകുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഒരുപാട് കുട്ടികളൊക്കെ ആയി പോയി പറിച്ചെടുത്തുകൊണ്ടിരുന്നൊരു പൂവാണ്. ഇപ്പം നമുക്കങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. നമ്മളെല്ലാം ക്യാഷ് പർച്ചേസ് ആണ് പൂക്കളൊക്കെ വാങ്ങുന്നത്. ആരും തൊടികളിൽ പോയി പൂക്കൾ പറിക്കാൻ പുതിയ കുട്ടികളൊന്നും മെനക്കെടാറില്ല. ക്ലെറോഡെൻഡ്രം പാനിക്കുലേറ്റം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. അതുപോലെ തന്നെ ഇത് പല വിളിപ്പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ഹനുമാൻ കിരീടം, കൃഷ്ണമുടി, പെറു, 6 മാസ ചെടി, കാവടിപ്പൂവ്, പെഗോഡ, അത് പല സ്ഥലങ്ങളിലും പല വിളിപ്പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ കൃഷ്ണകിരീടത്തെ പറ്റി കുറേ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരാണ കഥകളിലൊക്കെയുള്ള കേട്ടുകേൾവികളാണ് അതൊക്കെ. കാരണം ഇതിനെ വിഷം അകറ്റാനും അതേപോലെ തന്നെ ദോഷങ്ങൾ മാറ്റാനും ഒക്കെയുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ക്ഷേത്രങ്ങളിലും അതുപോലെ വീടിൻ്റെ പരിസരങ്ങളിലും ഒക്കെ ഒരുപാട് വെച്ച് പിടിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് നമ്മുടെ കാട്ടുചെടി പോലെ ധാരാളമായിട്ട് നമ്മുടെ തൊടികളിലൊക്കെ വളർന്നിരുന്ന ഒരു ചെടിയാണെങ്കിൽ കൂടി ഇതിനെക്കുറിച്ച് കുറേ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വിഷം അകറ്റാനും അതേപോലെ ദോഷങ്ങളെ മാറ്റാനും ഒക്കെയുള്ളൊരു കഴിവുണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ പുരാണ കഥകളിലൊക്കെയുള്ളൊരു കേട്ടുകേൾവിയാണ് അതൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ വീടിൻ്റെ പരിസരങ്ങളിലും ഒക്കെ നേരത്തെ പണ്ട് കാലങ്ങളിൽ വെച്ച് പിടിപ്പിക്കാറുണ്ടായിരുന്നെന്ന്. പിന്നീട് മലേഷ്യക്കാരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അവിടെ മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് അവർക്ക് ഈ പൂച്ചെടിക്കുണ്ടെന്നാണ് പറയുന്നത്. ഈ പൂക്കൾക്ക് നമ്മൾ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും ഇതിൻ്റെ ഈ പൂക്കളുടെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെത്തിപ്പൂ ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ പൂക്കളൊക്കെ ഇരിക്കുന്നത്. ചെത്തിപ്പൂ പോലെയാണ്. പിന്നെ ഇതിന് കുറേ ആയുർവേദ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഔഷധ ഗുണങ്ങൾ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല അരച്ച് നമ്മൾ ആ ഒരു ഉള്ള ഭാഗത്ത് തേച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറയും. മുഖക്കുരുവിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കിത് ചായ ഉണ്ടാക്കി കുടിക്കാം. ഇതിൻ്റെ ഇല പൊടിച്ച് നമ്മൾ ഔഷധങ്ങളിലൊക്കെ ഔഷധ കൂട്ടിലൊക്കെ ചേർക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തൊക്കെ ഔഷധങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും എന്ത് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പും ഒരു ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആയുർവേദ വിദഗ്ധൻ്റെ സഹായം തേടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് വേണ്ട അളവ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളത് അവർക്കാണ് അറിയാൻ പറ്റുക. അപ്പോൾ ഈ കൃഷ്ണകിരീടം എന്ന് പറഞ്ഞ ചെടിയെക്കുറിച്ചുള്ള എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും ഔഷധ ഗുണങ്ങളോ വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഇതിനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.